നടൻ ബാലയും ഗായിക അമൃത സുരേഷും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ച. മകളെ കാണാൻ മുൻ ഭാര്യയായ അമൃത അനുവദിക്കുന്നില്ല എന്ന ബാലയുടെ പരാമർശമാണ് പ്രശ്നത്തിൻ്റെ തുടക്കം. പിന്നാലെ ബാലയ്ക്കെതിരെ മകളും താൻ അനുഭവിച്ച പ്രശ്നങ്ങൾ വ്യക്തമായി പങ്കുവച്ച് അമൃതയും രംഗത്തെത്തിയിരുന്നു. അനുഭവിച്ചതിൻ്റെ ഒരു തരി മാത്രമാണ് പറഞ്ഞതെന്നാണ് ബാലയ്ക്കെതിരെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ അമൃത പറയുന്നത്. ബാല അമൃത വിവാഹബന്ധത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് അമൃത നേരത്തെ പങ്കുവച്ച വീഡിയോയിൽ തുറന്നു പറഞ്ഞിരുന്നു. മകളെ ഇനിയും ഉപദ്രവിക്കരുതെന്ന് അതേ വീഡിയോയിൽ കരഞ്ഞ് അപേക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് ബാല താൻ ഇനി ഒന്നിനുമില്ല, കളി നിർത്തുകയാണെന്ന് പറഞ്ഞ് രംഗത്തെത്തിയത്. ഇപ്പോഴിതാ ബാലയുടെ പ്രതികരണത്തിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടിരിക്കുകയാണ് അമൃത. PR വർക്കെന്ന് പറഞ്ഞ് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കരുതെന്നും അമൃത കുറിപ്പിൽ പറയുന്നുണ്ട്. അമൃതയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ: എൻ്റെ ചോര എൻ്റെ മകൾ, ഞാൻ കളി നിർത്തിപ്പോയി. ഞങ്ങൾക്ക് വേണ്ടി ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന ധൈര്യം ശക്തരെ കൂടുതൽ ശക്തരാക്കുകയാണ് ചെയ്തത്. പക്ഷെ പതിയെ മലയാളികൾ ഞങ്ങളുടെ സത്യങ്ങൾ കണ്ടു തുടങ്ങിയപ്പോൾ ഉള്ള അടുത്ത നീക്കം ദയവ് ചെയ്ത് ഇവിടെ തന്നെ അവസാനിപ്പിക്കുക. 14 വർഷത്തെ എൻ്റെ നിശബ്ദതയെ ചൂഷണം ചെയ്തുകൊണ്ട് എനിക്കെതിരെ ഉണ്ടായ രൂക്ഷവും അടിസ്ഥാനരഹിതവുമായ ആരോപണങ്ങളോട് ഞാൻ മൗനം പാലിച്ചതിനാൽ എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടായ നഷ്ടം ചെറുതല്ല. കോടതിയെയും നിയമത്തെയും ബഹുമാനിച്ചുകൊണ്ട് ഞാൻ മിണ്ടാതിരുന്നത് എൻ്റെ മടിയിൽ കനമുള്ളതുകൊണ്ടുമല്ല. എൻ്റെ മകളുടെ വിഷയം പിന്നെയും അവളുടെ അച്ഛനെടുത്ത് ഒരു വാർത്തയാക്കുന്നത് പോലെ ഞാനും തുടങ്ങാതിരിക്കാനാണ്. പക്ഷേ ഇന്ന് അവൾ ഒരു വലിയ കുട്ടിയാണ്. എന്നെക്കാളും മാനസിക ശക്തിയും ബുദ്ധിയും ധാർമ്മിക ബോധവുമുള്ള ഒരു കരുത്തുറ്റ പെൺകുട്ടി. അവൾ എനിക്ക് തന്ന ശക്തിയിലാണ് എൻ്റെ എല്ലാ അനുഭവങ്ങളെയും ഉൾഭയങ്ങളെയും എന്നെ ഒരുപാട് തളർത്തിയ ട്രോമകളിൽ നിന്നും ഉണർത്തി പ്രതികരിക്കാനുള്ള ശേഷിയിലേക്ക് എത്തിച്ചത്. ഇതിനു മുമ്പ് വക്കീലുമാരുമായി എടുത്ത ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമായി നിയമപരമായ കാര്യങ്ങളും അതിൽ ആരാണ് വീഴ്ച വരുത്തിയതെന്നും അവരവരുടെ കുറവിനെ മറയ്ക്കാനുള്ള എൻ്റെ നേരെയുള്ള ആക്രമണങ്ങളെയും ഒക്കെ തന്നെ ഞാൻ ചൂണ്ടിക്കാണിച്ചിരുന്നു. പണം തട്ടിയെടുത്തു മോശമായൊരു സ്ത്രീ എന്നല്ല, ഒരു സ്ത്രീയെ സമൂഹത്തിൽ എങ്ങനെയൊക്കെ നശിപ്പിച്ച് ചിത്രീകരിക്കാമോ അതെല്ലാം സഹിച്ചത് എൻ്റെ മകളുടെ പ്രൈവസിയെ മാനിച്ചുകൊണ്ട് മാത്രമായിരുന്നു. പക്ഷേ ഇന്നത് അവളുടെ ആവശ്യമായി മാറിയിരിക്കുകയാണ്. അതിനവൾ തിരഞ്ഞെടുത്ത ധീരമായ സ്റ്റെപ്പിനെ പോലും ഒരുപാട് വെറുപ്പോടെയാണ് ഞങ്ങൾ നേരിടേണ്ടി വന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ പ്രതികരിച്ചിട്ടുള്ളൂ. ഞാൻ അനുഭവിച്ചതിൻ്റെ ഒരു തരി മാത്രമാണ് നിങ്ങളിലേക്ക് എത്തിക്കുവാൻ സാധിച്ചത്. അതും ഞാൻ ചെയ്യില്ലായിരുന്നു. ഒരുപക്ഷെ വർഷങ്ങളോളം എന്നെ ഉപദ്രവിച്ചില്ലായിരുന്നുവെങ്കിൽ. പക്ഷേ എനിക്കും ജീവിക്കണം എന്നുള്ള കൊതി കൊണ്ടും എൻ്റെ മകളുടെ മാനസികാവസ്ഥയെ ഓൺലൈനിലൂടെയും അല്ലാതെയും ഒക്കെ നടത്തിയിട്ടുള്ള ഗുണ്ടായിസത്തിനുള്ള ഒരു കളിക്കളമാക്കരുതെന്ന ദൃഢനിശ്ചയത്തിനും അന്ത്യമായാണ് എനിക്കും ജീവിക്കണം എന്നുള്ള കൊതി കൊണ്ടാണ് ഞാനിത് ചെയ്തത്. എന്നിട്ടും ഇപ്പോൾ സത്യങ്ങൾക്ക് മേലെ സത്യങ്ങൾ പുറത്തു വരാൻ തുടങ്ങിയപ്പോൾ ദൃക്സാക്ഷികളും തെളിവുകളും നേരിട്ട് കണ്ടവരുമൊക്കെ വലിപ്പ ചെറുപ്പമില്ലാതെ സത്യത്തിന് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും സംസാരിക്കാൻ ആദ്യമായി തുടങ്ങിയപ്പോൾ സ്വന്തം മുഖംമൂടി സംരക്ഷിക്കാൻ പുതിയ കള്ളത്തരങ്ങളിലേക്ക് വ്യതിചലിച്ചു വിടാനുള്ള ശ്രമം ദയവ് ചെയ്ത് അവസാനിപ്പിക്കുക. അതിന് ചുക്കാൻ പിടിച്ചുകൊണ്ട് ഓരോ പാവം വ്ളോഗർമാരും സത്യങ്ങൾ അറിയാതെ മാനിപ്പുലേറ്റ് ആകുമ്പോൾ, മഞ്ഞപത്രങ്ങൾ ഞങ്ങളെ വീണ്ടും വേട്ടയാടാൻ തുടങ്ങുമ്പോൾ സത്യങ്ങളെ മറയ്ക്കാനുള്ള ശ്രമങ്ങൾ വീണ്ടും വിജയിക്കുകയാണ്. എനിക്ക് ആരെയും വേട്ടയാടാൻ ആഗ്രഹമില്ല. ഞാനത് മുമ്പും പിൻപും ചെയ്തിട്ടില്ല. ഞാൻ കഴിഞ്ഞ വട്ടം പറഞ്ഞതുപോലെ ഇതിനെ ശക്തമായ നിയമ നടപടികളിലൂടെ നേരിടാനാണ് എൻ്റെ തീരുമാനം. അതിനിടയിൽ കൂടുതൽ കണ്ണിൽ പൊടിയിടലും എൻ്റെ PR വർക്കുമെന്ന് പറഞ്ഞുള്ള പ്രസ്താവനകൾ ദയവ് ചെയ്ത് പറഞ്ഞു പരത്താതിരിക്കുക. ഞാൻ വ്യക്തമായി പറയുന്നു, ഞാൻ ഒരു PR വർക്കും ചെയ്തിട്ടില്ല, ഇനി ചെയ്യുകയുമില്ല. അതിനുവേണ്ടി ചെലവാക്കാനുള്ള കോടികളും ലക്ഷങ്ങളും എൻ്റെ കയ്യിലില്ല. ഞാനിപ്പോൾ മിണ്ടാതെയായി ഞാൻ എന്തോ കളി അവസാനിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഇത്രയും കാലം താൻ ഏകപക്ഷീയമായ ഒരു ഗുസ്തിയിൽ ഏർപ്പെട്ടിരിക്കുന്നുവെന്ന് സ്വമേധയാൽ അംഗീകരിക്കുകയുമാണ് ചെയ്തത്. എന്നാൽ ഞാൻ ആകെ പ്രതികരിച്ചത് ഒരിക്കൽ മാത്രം. അതിനെയും PR എന്നൊക്കെ പറഞ്ഞ് ദയവ് ചെയ്ത് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ നോക്കേണ്ട. വിലയ്ക്ക് വാങ്ങാൻ എന്നും എല്ലാവരെയും പറ്റില്ല. നിങ്ങളുടെ മനസ്സിൽ സത്യമെന്ന് ബോധ്യപ്പെട്ട ഒരു കാര്യത്തെ അടിസ്ഥാനരഹിതമായ രീതികൾ തിരിഞ്ഞു ചിന്തിക്കാനുള്ള ഒരു ഇടം കൊടുക്കാതിരിക്കുക. എൻ്റെയും എൻ്റെ മകളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും നിവർത്തികേടിനെ ചൂഷണം ചെയ്ത് മർമ്മത്തിൽ കുത്തുന്ന പ്രസ്താവനകളെ കണ്ണും പൂട്ടി വിശ്വസിച്ച് സത്യത്തിലേക്കുള്ള പാതയെ വഴിതെറ്റിച്ചു വിടാതിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടുള്ള അഭ്യർത്ഥനയാണിത്, അമൃത പറയുന്നു.